ആക്ടർ വിജയ് അദ്ദേഹത്തിൻ്റെ വലിയൊരു പൊളിറ്റിക്കൽ ഇവൻറ്റ് നടത്താൻ പോകുന്നുണ്ടായിരുന്നു സെപ്റ്റംബർ 23 ആ ഇവൻറ്റിലേക്ക് വലിയ വലിയ VIP രാഹുൽ ഗാന്ധി പോലുള്ള വലിയൊരു ആൾക്കാർ വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു ഇവൻറ്റ് വലിയ പ്രശ്നം നേരിടുന്നുണ്ട്. എന്താണ് ആ പ്രശ്നങ്ങൾ? ഏകദേശം 33 കണ്ടീഷൻസ് പോലീസുകാർ ഈ ഇവൻറ്റ് നടത്താനായിട്ട് കൊടുത്തിരുന്നു. ഈ 33 കണ്ടീഷൻ പാലിക്കാതെ ഒരിക്കലും ആ ഒരു ഇവൻറ്റ് നടത്താൻ പാടില്ല എന്നും വിജയ് ഈ പൊളിറ്റിക്കൽ പാർട്ടിയോട് ഈ പോലീസുകാർ പറഞ്ഞായിരുന്നു. എന്താണ് ആ 33 കണ്ടീഷൻസ്? അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയസിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ട്രോൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരിപാടി നടത്താൻ പാടില്ല എന്ന് ഇവർ അറിഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്തിട്ട് ഈ 33 കണ്ടീഷൻ ഇട്ടതാണോ? ഈ 33 കണ്ടീഷൻ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സില്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ കൊടുത്തിരിക്കുന്നതെന്ന്. അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇവർ നടത്താൻ പാടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഇവർ ചെയ്ത പോലെ നമുക്ക് തോന്നുന്നു. ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ഉദയനിധി സ്റ്റാലിൻ, അതായത് തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ മകൻ, അദ്ദേഹം മിനിസ്റ്ററാണ്, ഇവരോടൊക്കെ ചോദിച്ച സമയത്ത് അവരെന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു വലിയൊരു ഇവൻറ്റ് നടത്താനായിരുന്നു വിജയ് അദ്ദേഹം തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഒരു സെപ്റ്റംബർ 23 തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ അവർ നേരിടുന്ന ഏറ്റവും പ്രശ്നം എന്താണ്? ഇതുപോലുള്ള ഈ പാർട്ടി ഇവൻറ്റ്സൊക്കെ ഓരോ പാർട്ടി അനൗൺസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പോൾ വിജയകാന്ത് ആയാലും ശരി, പഴയ MGR ആയാലും ശരി, ഈ അടുത്ത് കമലഹാസൻ ആയാലും ശരി, അവരെല്ലാവരും ഈ പാർട്ടി അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഒരു വലിയൊരു ഇവൻറ്റ് നടത്തിയിരുന്നു. അതിലൂടെയാണ് അവർ പറയുണ്ടാവുക, ഞങ്ങളിങ്ങനെ ഒരു പാർട്ടി വരുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും ഓപ്പോസിറ്റ് നിൽക്കരുത്, ഞങ്ങൾ ഉറപ്പായിട്ടും ജയിക്കും, നിങ്ങൾ ഉറപ്പായും തോൽക്കും എന്നൊരു കാര്യം പറയാനായിട്ടാണ് ഇവർ ഇത്ര വലിയ ഇവൻറ്റ് നടത്തുക. സാധാരണ ഇവരെല്ലാവരും നടത്തിയിരുന്നു. പഴയ MGR തൊട്ട് ഇപ്പോൾ ഇതുവരെ ഈ റീസെൻ്റായിട്ട് കമലഹാസൻ വരെ ഇതുപോലത്തെ ഇവൻറ്റ് നടത്തിയിരുന്നു. അതുപോലെ തന്നെ അതിനേക്കാൾ വലിയൊരു ഇവൻ്റായിരുന്നു വിജയ് അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ കുറേ കാരണങ്ങൾ കാരണം ഇപ്പോൾ അത് നടത്താൻ പറ്റുന്നില്ല. റീസെൻ്റായിട്ട് കമലഹാസൻ നടത്തിയിരുന്നു. ആ ഇവൻറ്റിലേക്ക് അരവിന്ദ് കെജ്രിവാൾ പോലുള്ള വലിയ VIP വന്നിരുന്നു. ഈ ഇവൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ ഞാൻ പാർട്ടിയിലേക്കൊന്നും വരുന്നില്ല, അതായത് ഇലക്ഷൻ നിൽക്കുന്നില്ല, ഞാൻ വെറുതെ വരുന്നുള്ളൂ, അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. ഇവൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇലക്ഷൻ നിൽക്കണം, എല്ലാ കാലത്തും ഇടപെടണം എന്ന പൊതുവായിട്ടുള്ളൊരു കാര്യം. അതായത് ഇവൻറ്റ് തന്നെ ഞാൻ ഇലക്ഷൻ വന്നു കഴിഞ്ഞു, ഇനി ഞാൻ പുറകോട്ടില്ല, ഇനി അടുത്ത ഇലക്ഷൻ നിൽക്കൂ എന്നൊരു കാര്യം പറയാനായിട്ടാണ് ഇതുപോലത്തെ ഇവൻറ്റ് സാധാരണ നടത്താറ്. ഈ ഇവൻറ്റ് സെപ്റ്റംബർ 23 ചെന്നൈയുടെ അടുത്തുള്ള ഒരു സ്ഥലത്ത്, ഏകദേശം 83 ഏക്കർ സ്ഥലത്ത്, ഏകദേശം ഒരു 10-30ഓളം ആൾക്കാരെടുത്ത് നിന്ന് ലീസിനെടുത്ത ഒരു സ്ഥലത്തായിരുന്നു ഇവർ പ്ലാൻ ചെയ്തിരുന്നത്. ആ സമയത്ത് ഇവിടെ ഞങ്ങൾ ഇതുപോലത്തെ ഇവൻറ്റ് നടത്താൻ പോകുമെന്ന് പറഞ്ഞ സമയത്ത് പോലീസുകാരും അതിനുള്ള പെർമിഷൻ കൊടുത്തിരുന്നു. പക്ഷേ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വിചാരിക്കുന്നുണ്ടാവും. അവർ ഈ പെർമിഷൻ കൊടുത്ത സമയത്ത് ഒരു 33 കണ്ടീഷൻസും ഇവർ കൊടുത്തിരുന്നു. ഈ 33 കണ്ടീഷൻ പാലിക്കാതെ നിങ്ങൾ ഒരിക്കലും ഇതുപോലത്തെ ഇവൻറ്റ് നടത്താൻ പാടില്ല എന്നും ആ സമയത്ത് അവർ പറഞ്ഞിരുന്നു. ആ 33 കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് ആദ്യം തൊട്ട് നോക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ഞാൻ പറയാം. ഈ പാർട്ടി, വിജയുടെ TVK പാർട്ടി, ഫെബ്രുവരി 2 അനൗൺസ് ചെയ്യുന്നത്, അതായത് ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ഈ നമ്മുടെ ഒരു പാർട്ടി ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ കമ്മീഷൻ ഒരു നിശ്ചിത സമയം അവർ ചോദിക്കും. കാരണം ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു നിശ്ചിത സമയം ചോദിക്കും. ആ സമയം കഴിഞ്ഞാൽ മാത്രമേ ആ പാർട്ടി, ഒരു പാർട്ടി നമ്മൾ പേര് കൊടുക്കുകയാണെങ്കിൽ ആ പാർട്ടി ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്യുള്ളൂ. അങ്ങനെ ഇലക്ഷൻ കമ്മീഷനിൽ ഈ പാർട്ടി രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഈ പാർട്ടി ഒഫീഷ്യലി കൺഫേമായി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ശേഷം ആഗസ്റ്റ് 22 ഒരു ഫ്ലാഗും ഈ പാർട്ടി അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു പാട്ടും ഇതിനോട് അനൗൺസ് ചെയ്തിരുന്നു. ആ പാട്ട് കുറച്ച് നാളത്തേക്ക് ഓൺലൈനിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ആ പാട്ടിൽ കുറേ കാര്യങ്ങൾ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് കളിയാക്കിയിട്ടാണ്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് കളിയാക്കിയിട്ടാണെന്ന് പറഞ്ഞിട്ട് കുറേ തിയറീസും ആ സമയത്ത് വ്യാപിച്ചിരുന്നു. ആ സമയത്ത് ഈ ഫ്ലാഗ് അനൗൺസ് ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാമിൽ വിജയ് സംസാരിക്കുന്നു വിചാരിച്ചു. പക്ഷേ അദ്ദേഹം ആ സമയത്ത് പറഞ്ഞത്, ഇനി വരുന്ന ഒരു വലിയൊരു ഇവൻ്റ് ഉണ്ട്, ആ സമയത്ത് ഇതിനുള്ള എല്ലാ ഉത്തരം ഞാൻ പറയാമെന്നായിരുന്നു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഈ ഫ്ലാഗ് അനൗൺസ് ചെയ്യുന്ന ആ ഒരു ചെറിയൊരു ഫംഗ്ഷനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അടുത്തുള്ള ഒരു ഓഫീസിലായിരുന്നു ഈ ഒരു ഫംഗ്ഷൻ നടത്തിയിരുന്നത്. എല്ലാം വിചാരിച്ച പോലെ അത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവർ നടത്താൻ പ്ലാൻ ചെയ്തിരുന്നത് ഒരു വലിയൊരു ഇവൻ്റ് ആയിട്ടായിരുന്നു. അവർ അതിനായിട്ട് ഒരു പ്ലേസ് സെലക്ട് വെച്ചിരുന്നു. പക്ഷേ ആ സമയത്ത്, അവസാന സമയത്ത് അതിനുള്ള പെർമിഷൻ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നടത്താനുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് അടുത്തുള്ള ഒരു ഓഫീസിൽ ഈ ഫ്ലാഗ് അനൗൺസ് ചെയ്യുന്ന ഒരു പരിപാടി നടത്തുകയും ചെയ്തു. ആ സമയത്ത് ഇദ്ദേഹം വലിയ സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ജസ്റ്റ് ഫ്ലാഗ് അനൗൺസ് ചെയ്തു, 2 വാക്കുകൾ സംസാരിച്ചു. അതിനുശേഷം ഞാൻ ഇനി വരാൻ പോകുന്ന വലിയൊരു ഇവൻറ്റിൽ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി വരികയും ചെയ്തു. ഏകദേശം 85 ഏക്കർ ലാൻഡ് അവർ ഏകദേശം 30ഓളം പേരെടുത്ത് നിന്ന് കയ്യിൽ നിന്ന് ലീസിന് വാങ്ങിയിട്ട് അവിടെ ഞങ്ങൾ ഇതുപോലത്തെ ഏകദേശം 1.5 ലക്ഷത്തോളം ആൾക്കാർ വരുന്ന ഒരു പരിപാടി, ഒരു ഇവൻറ്റ് നടത്താൻ പോകാമെന്ന് പറഞ്ഞ് ഒരു പെർമിഷൻ ചോദിച്ച സമയത്ത് ആ സമയത്ത് പോലീസ് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് പോലീസ് പറഞ്ഞത്, നിങ്ങൾ ഇത്രയും വലിയ ഒരു പരിപാടി നടത്താൻ പോകല്ലേ, ആ സമയത്ത് ഞങ്ങൾ ഒരു 21 ചോദ്യം ചോദിക്കും, ഈ 21 ചോദ്യങ്ങൾ ഉത്തരം പറയുവാണെങ്കിൽ മാത്രമേ ഞങ്ങൾ പെർമിഷൻ തരുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം ഇവർ ആ 21 ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. ആ സമയത്ത് ആ 21 ചോദ്യങ്ങളുള്ള ഉത്തരവും ഈ പാർട്ടി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇവർ പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾ 33 കണ്ടീഷൻ കൂടെ തരും, ആ 33 കണ്ടീഷൻ പാലിക്കുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ പെർമിഷൻ തരുള്ളൂ എന്ന്.
അതായത് ആദ്യത്തെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എല്ലാവരും പെർമിഷൻ കിട്ടി വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അതിനുശേഷമാണ് വീണ്ടും അവർ പറയുന്നത് അടുത്തൊരു 33 കണ്ടീഷൻ പറയും, അതിൽ ഓക്കെ ആണെങ്കിൽ മാത്രമേ പെർമിഷൻ തരുള്ളൂ എന്ന്. ആ 33 കണ്ടീഷൻ എന്താണെന്ന് നോക്കിയാൽ അതിൽ പ്രധാനപ്പെട്ട കണ്ടീഷൻ ഞാൻ പറയാം. അത് ഒന്നാമത്തെ കാര്യമാണ്, അവിടെ വരുന്ന ആൾക്കാർക്ക് റെസ്റ്റ് റൂം, ഫുഡ്, വാട്ടർ അതുപോലെ ഫെസിലിറ്റിയാണ് ഉറപ്പാക്കി കൊടുക്കണമെന്ന് പറഞ്ഞത്. അത് കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ്. അത് ഉറപ്പായിട്ട് എല്ലാ പരിപാടിയിലും വേണം. അത് കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ്. അതുകൊണ്ട് അതും കിട്ടേക്കാം, അത് കുഴപ്പമില്ല എന്ന് പറയാം. രണ്ടാമത്തെ കണ്ടീഷൻ, മഴ പെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ നിൽക്കാനുള്ള സൗകര്യം കൊടുക്കാൻ പറ്റുമോ എന്ന കണ്ടീഷൻ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കണ്ടീഷൻ, നിങ്ങളുടെ പരിപാടിയില്ലേ, മൊത്തം പരിപാടിയുടെ ഒരു ബ്ലൂ പ്രിൻറ്റ് ഞങ്ങൾക്ക് വേണം. അതായത് 2 മണിക്ക് പരിപാടി തുടങ്ങും, അത് രാത്രി വരെ നീളും. പക്ഷേ 1:30 മണിക്ക്, 2 മണിക്ക് പരിപാടി തുടങ്ങും, പക്ഷേ 1:30 മണിക്ക് തന്നെ എല്ലാവരും ആ ഇവൻ്റിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണം, ആ ഒരു ഷെഡിനുള്ളിൽ കയറിയിരിക്കണം. 1:30 ശേഷം വരുന്ന ഒരാളെ കടത്തിവിടില്ല. അതെന്തൊരു കണ്ടീഷൻ ആലോചിച്ച് നോക്ക്. ഒരു പരിപാടി തുടങ്ങുന്നുണ്ടെങ്കിൽ കറക്റ്റ് 1:30 മണിക്കിന് എല്ലാവർക്കും എത്താൻ പറ്റുമോ? സാധാരണ കുറേ ആൾക്കാർ 1:30 ശേഷം എത്താറുണ്ട്. പക്ഷേ ഇവർ പറഞ്ഞ ഒരു കാര്യം എന്ന് നോക്കിയാൽ ഈ 1:30 ശേഷം വരുന്ന ആൾക്കാർ കടത്തി വിടില്ല. കാരണം അവിടെ ട്രാഫിക് ജാം ആവും. അതുകൊണ്ട് തന്നെ ഈ ട്രാഫിക് ഉള്ളതുകൊണ്ട് തന്നെ 1:30 ശേഷം വരുന്ന ഒരാളെയും ആ പാർട്ടിയുള്ളിൽ കടത്തി വിടില്ല. ഏകദേശം 1.5 ലക്ഷത്തോളം വരുന്ന ആൾക്കാരുള്ള ഒരു ഇവൻറ്റ് 1:30 മണിക്ക് എല്ലാവരും എത്തണം. പക്ഷേ 1:30 ശേഷം വരുന്ന ആൾക്കാരെ ആരെയും കടത്തി വിടില്ല എന്നാണ് അവർ പറഞ്ഞത്. അടുത്ത കണ്ടീഷൻ എന്താണെന്ന് നോക്കിയാൽ പല ഡിസ്ട്രിക്റ്റിൽ നിന്നും ഒരു ഗ്രൂപ്പായിട്ട് ആൾക്കാർ വരും. അതായത് ഒരു ഗ്രൂപ്പിന് കീഴിൽ ഒരു 50-100 ആൾക്കാർ, അടുത്ത ഗ്രൂപ്പിന് കീഴിൽ ഒരു 50-100 ആൾക്കാർ, അങ്ങനെ ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്നും ഒരു ഗ്രൂപ്പ് ഹെഡായിട്ട് ഓരോരുത്തരുണ്ടാവും. ഈ ഒരു ഗ്രൂപ്പിൽ വരുന്ന ഹെഡില്ലേ അവരെ കോൺടാക്ട് ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെയുള്ള ലോക്കൽ സ്റ്റേഷനിൽ അവർ കൊടുത്തിട്ടിരിക്കണം. അതായത് ഒരു ഡിസ്ട്രിക്റ്റിൽ എത്ര ഗ്രൂപ്പിൽ ആൾക്കാർ വരുന്നോ, ഇപ്പോൾ ഒരു 19 പേരുണ്ടെങ്കിൽ ആ 19 പേര് കീഴിലും ഒരു 100 പേരുണ്ടാവും. അങ്ങനെ ഓരോ ഹെഡിൻ്റെ ഇൻഫർമേഷൻസും കംപ്ലീറ്റ് കോൺടാക്ട് ഡീറ്റെയിൽസും അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവരെ ആ ഇവൻറ്റിലേക്ക് കടത്തിവിടൂ എന്നായിരുന്നു അടുത്ത കണ്ടീഷൻ. അതായത് ആ കോൺടാക്ട് ഡീറ്റെയിൽസ് പറയുന്ന സമയത്ത് അവർ ആരൊക്കെയാണ് വരുന്നത്, അവരുടെ പേര്, അവർ എത്ര പേര് വിളിച്ചുകൊണ്ട് വരുന്നു, അവർ അത്രയും പേരുടെ പേര്, അവർ ഏത് വണ്ടിയിലാണ് വരുന്നത്, ആ വണ്ടിയുടെ നമ്പർ, വണ്ടി ഡീറ്റെയിൽസ്, അങ്ങനെ മൊത്തം കംപ്ലീറ്റ് ഡീറ്റെയിൽസും ആ ഒരു പേപ്പറിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഇതൊരു ഹൈവേ ആയതുകൊണ്ട് തന്നെ, അതായത് ഹൈവേയിൽ അടുത്താണ് ഇവർ നടത്താൻ പോകുന്ന പരിപാടി, അതുകൊണ്ട് തന്നെ ഇതൊരു ഹൈവേ ആയതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ബാനറോ അല്ലെങ്കിൽ വലിയ ആർക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നു. അതിനുശേഷം പാർക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇവർ ഈ പരിപാടി ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാർ വിചാരിച്ചിരുന്നത് ഒരു സൈഡിൽ പാർക്കിങ്ങും, അതായത് റോഡിൻ്റെ ഓപ്പോസിറ്റ് പാർക്കിങ്ങും അതിന് ഓപ്പോസിറ്റ് ഈവൻറ്റുമാണ് വിചാരിച്ചിരുന്നത്. കാരണം 85 ഏക്കർ സ്ഥലമുള്ളൂ, അതിൻ്റെ ആ ഒരു പരിമിതമായ സ്ഥലത്ത് വേണം ഈ പരിപാടി നടത്താനായിട്ട്. അതിന് ഓപ്പോസിറ്റ് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ പാർക്കിംഗ് വെക്കാമെന്ന് ഫിക്സ് ചെയ്തിരുന്നു. പക്ഷേ ഇവർ പറഞ്ഞത് അത് പറ്റില്ല. കാരണം ഓപ്പോസിറ്റ് പാർക്കിംഗ് ചെയ്തുകൊണ്ട് തന്നെ ഈ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ട്രാഫിക് ജാമാവും. കാരണം ഇതൊരു വലിയ ഹൈവേ ആണ്, ഹൈവേയുടെ അടുത്താണ് ഈ പരിപാടി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പാർക്ക് ചെയ്തിട്ട് ഓപ്പോസിറ്റ് വരുന്ന സമയത്ത്, റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് അവിടെ ട്രാഫിക് ആവും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഓപ്പോസിറ്റ് വെക്കരുത്. ഈ പരിപാടി നടത്തുന്ന അതേപോലെ തന്നെ പാരലായിട്ട് ഈ പാർക്കിംഗ് സ്ഥലം വെക്കണമെന്ന് ഇവർ പറയുന്നുണ്ടായിരുന്നു. അതായത് പരിപാടി നടക്കുന്നതിലേക്ക് അതിനടുത്തായിട്ട് പാർക്കിംഗ് പ്ലേസ് വേണമെന്ന് പറയുന്നു. ഇവർ ആൾറെഡി 85 ഏക്കറുള്ളൂ, അതിനിടയ്ക്കാണ് പാർക്കിംഗ് പ്ലേസ് വേണമെന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ നാല് ചോദിക്കും, 85 ഏക്കറിൽ പാർക്കിംഗ് ഒരു 30 ഏക്കർ പോവുകയാണെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്ത് വേണം ഇവർ നടത്താനായിട്ട്. അതൊരിക്കലും പോസിബിൾ അല്ല. ഏകദേശം 1.5 ലക്ഷത്തോളം ആൾക്കാർ വരുന്ന ഒരു ഇവൻറ്റ്, അതിനിടയ്ക്ക് പകുതി പാർക്കിംഗ് പ്ലേസ് പോവുകയാണെങ്കിൽ അവിടെ ഇവർ നടത്താനുള്ള പ്ലേസ് തീരെ ഉണ്ടാവില്ല. അടുത്ത് നോക്കിയാൽ നിങ്ങൾ സ്റ്റേജ് കിട്ടുന്നുണ്ടല്ലോ, ഈ സ്റ്റേജ് എത്രമാത്രം സ്ട്രോങ് ആണെന്ന്, എത്രമാത്രം റിജിഡ് ആണെന്ന് അറിയാനായിട്ട് PWയുടെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വേണം. അതിനൊപ്പം തന്നെ നിങ്ങൾ ഇലക്ട്രിസിറ്റി എടുക്കുന്നുണ്ട്, വൈദ്യുതി എടുക്കുന്നുണ്ട്, അതുകൊണ്ട് EBയുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വേണം. അതിനൊപ്പം തന്നെ പടക്കം പൊട്ടിക്കാൻ പാടില്ല. കൂടെ ഈ ഇവൻറ്റിലേക്ക് VVIPകൾ വരുന്നുണ്ടല്ലോ, അവർ ആരൊക്കെയാണ് വരുന്നതെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് ഈ റിപ്പോർട്ട് ചെയ്ത ആൾക്കാരെ മാത്രമേ ഉള്ളിൽ കടത്തി വിടുള്ളൂ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ പെർമിഷൻ തരുള്ളൂ എന്നൊരു പറയുന്നു. അതിനൊപ്പം തന്നെ ഈ കംപ്ലീറ്റ് ഏരിയാസും CCTV കീഴിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. എല്ലാ മുക്കിലും മൂലയിലും CCTV വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കുഴപ്പമില്ല, ഇത് ജെന്യൂനായിട്ടുള്ള കാര്യങ്ങൾ പറയാം. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവന് നടക്കാൻ പാടില്ല എന്ന് നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് ഇവർ ചെയ്യുന്നത്. നമുക്ക് ചില കാര്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ചില കാര്യങ്ങൾ കുഴപ്പമില്ല, ഇത് ജെന്യൂനായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഈ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയാസിൽ ഇത് വെറുതെ ആളെ കളിയാക്കാനായിട്ട് ഇവർ ഓരോന്ന് ചെയ്താൽ നോക്കാൻ വേണ്ടി ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ട് കുറേ ട്രോൾസൊക്കെ വരുന്നുണ്ട് ഇതിനെതിരെ. അതായത് വിജയ് അണ്ണൻ്റെ പാർട്ടി തടയാനായിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് കുറേ ട്രോൾസും കുറേ മീംസ് കാണാനൊക്കെ നമുക്ക് കാണാൻ പറ്റും സോഷ്യൽ മീഡിയാസിൽ. ശേഷം സെപ്റ്റംബർ 1 വിജയ് അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് പാർട്ടി മെമ്പേഴ്സ് എല്ലാം സംസാരിക്കുന്നു. ഇത് പോസിബിളാണോ? ഈ സെപ്റ്റംബർ 23 ഈ ഒരു പരിപാടി വെക്കുന്നത് ഇത് പോസിബിളായ കാര്യമാണെന്ന് വിജയ് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിപാടി ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നുണ്ട് ഒരിക്കലും പോസിബിൾ അല്ല, ഇത് ഇമ്പോസിബിളായ കാര്യമാണ്. കാരണം ഈ പാർക്കിംഗ് ഫെസിലിറ്റി, CCTV, ഫുഡ് കാര്യങ്ങൾ, പിന്നെ ഈ മഴ വന്നെങ്കിൽ നനയാതിരിക്കാനുള്ള ആ ഒരു ഫെസിലിറ്റി, ഇതൊക്കെ നമുക്ക് സെപ്റ്റംബർ 23 നടത്താൻ പറ്റും നമുക്ക് അറിയില്ല. അതുകൊണ്ട് 2 മാസം നീക്കി വെക്കുന്നത് നന്നായിരിക്കുമെന്നവർ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് വിജയ് അദ്ദേഹം ആൾറെഡി ടെൻഷനാണ്.
അദ്ദേഹം ടെൻഷനായിട്ട് പറഞ്ഞു നമ്മൾ പറഞ്ഞ സമയത്തിൽ ഈ പരിപാടി നടത്തിയിരിക്കണം, കാരണം നേരത്തെ ഫിക്സ് ചെയ്ത പരിപാടിയാണ്, അതുകൊണ്ട് മാറ്റി വെക്കാൻ പറ്റാമെന്ന് പറയുന്നു. ഇതൊക്കെ ഞാൻ അറിയാൻ കാരണം തമിഴിൽ വന്നൊരു മാഗസിനിൽ പറഞ്ഞൊരു കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അവസാനം ഇവർ തീരുമാനിച്ചൊരു കാര്യം ഈ ഒരു പരിപാടി ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ നടത്താമെന്നാണ്. അവസാനം ഇവർ ഫിക്സ് ചെയ്തു സെപ്റ്റംബർ വേണ്ട, സമയമില്ല. പിന്നെ ഈ ഒക്ടോബറിൽ ദിവാലി, അതിനു മുമ്പ് ചെന്നൈയിൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി നടത്താനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് 2 മാസം കഴിഞ്ഞിട്ടാണ് ഈ കുഴപ്പമില്ലാന്ന് ഇവർ അവസാനം ഫിക്സ് ചെയ്യുന്നത്.